അപ്പോൾ സന്തോഷ് വർക്കിയുടെ പോലത്തെ ബ്ലോഗേഴ്സിന്റെ റിവ്യൂ കാണാണ്ട് ജെന്യൂൻ ആയിട്ട് നിങ്ങൾ പടം നെഗറ്റീവ് റിവ്യൂ പറഞ്ഞുകൊണ്ട് എന്ത് ആരാട്ടന് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചത്. ബാഡ് ബോയ്സ് ഇറങ്ങി, പക്ഷേ സങ്കടമുണ്ട്. കാരണം ഇപ്പോൾ സന്തോഷ് വർക്കി എന്ന് പറഞ്ഞ ആറാട്ടണ്ണൻ ചതിയ കാണിച്ചത്. അപ്പോൾ പുള്ളി അഭിനയിച്ച സിനിമ കൂടിയാണിത് ബാഡ് ബോയ്സ്. അപ്പോൾ എന്നിട്ടും പുള്ളി നെഗറ്റീവ് അഭിപ്രായം പറയണം. അല്ലെങ്കിലും ഈ പെണ്ണിന് ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? അത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ. അഭിനയിക്കാൻ ചാൻസ് കൊടുത്ത് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കുറേ പേര്, ജൂനിയർ ആർട്ടിസ്റ്റുകൾ. ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത കൊണാപ്പൻ റിവ്യൂ കൊടുത്തത്. പക്ഷേ ഇതിന് നല്ല പോസിറ്റീവായിട്ട് നല്ലൊരു സംഭാഷണത്തിലെ റിവ്യൂ കൊടുത്തു. പടത്തിൽ അഭിനയിക്കാൻ ചെയ്തിട്ടുണ്ട് ഞാൻ. നീ നുണ പറഞ്ഞതല്ലേ? എന്നാരും പറഞ്ഞു? എന്താ പേര്? പേരെന്ന് വെച്ചിട്ട് പറയോ? വിമൽരാജ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി വിമൽരാജ് എന്നാ പറയുന്ന. നിന്നെ എന്തിനാ പന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? പറയൂ, എങ്ങനെയുണ്ട് ബാഡ് ബോയ്സ്? പടം ഗംഭീരമായിട്ടുള്ള ഒരു പടമാണ്. നല്ല കോമഡി ബേസ് ആയിട്ട് ഇറങ്ങിയ പടമാണ്. ഇത് ഓണം വിന്നമാവാൻ സാധ്യതയുള്ള ഒരു പടമാണ്. ഇതില് ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിച്ചിട്ടല്ലേ രണ്ട് കഷ്ണക്കി കളയും. ഇതിൽ കൂടുതലും കുറെ പുതിയ ഓൺലൈൻ റിവ്യൂവേഴ്സ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ ശ്രീകാന്ത് വെട്ടിയാരുണ്ട്, അതേപോലെ തന്നെ മല്ലൂർ ട്രാവലറുണ്ട്, അതേപോലെ തന്നെ അലിൻ ജോസ് ഉണ്ട്, സന്തോഷ് വർക്കിയുണ്ട്. അങ്ങനെ കുറച്ച് ഓൺലൈൻ സോഷ്യൽ. എന്നെ കണ്ടിട്ട് എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഈയിടെയായിട്ട് ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് പറ. ഡയലോഗ്സ് ഉണ്ട്. ശ്രീകാന്ത് വെട്ടിയാർക്ക് ഡയലോഗ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അലിൻ ജോസിനും സന്തോഷ് വർക്കിനും ഡയലോഗ് ഉണ്ട്. നിനക്ക് എങ്ങനെടേ ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ? ടൈറ്റിൽ കാർഡ് അലിൻ ജോസിന് AJP സ്റ്റാർട്ടിങ്ങില് AJP തട്ടയത്തിലോട്ടും തട്ടുംപുറത്തിലോട്ടും ഒക്കെ ആയിട്ട് വഴികളത്ര കിടക്കണം വച്ചു ഈ ഉലകത്തില്. നിന്നാണെന്നാ ഉള്ള പറയല്ലേ, നീ പുലിയാണ് കേട്ടാ.